ആഹാ സീതേ, ഞാൻ നോക്കിയായിരുന്നു ഇത് ആര് വരുന്നതെന്ന്. നിർമ്മല ചേച്ചി പറഞ്ഞിരുന്നു സീതയെന്ന് വരുമെന്ന്. ചിറ്റമ്മയ്ക്ക് സുഖമല്ലേ? പരമസുഖം. അമ്മയ്ക്ക് സുഖമാണോന്ന് ചോദിച്ചു. എന്നാ എനിക്ക് സുഖമാണോന്ന് ഒരു വാക്ക് ചോദിച്ചോ? അത് പ്രത്യേകിച്ച് എന്തിനാ ചോദിക്കുന്നത്? ഹരിയുടെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ സുഖമാണെന്ന്? ഹരി എവിടേക്കാ? ഓ വെറുതെ ക്ലബ് വരെ പോവാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ പോണമെന്നില്ല. ഒരു തരൂ, ബാഗ് ഞാൻ പിടിച്ചോളാം. നോ താങ്ക്സ്. ഏത് ബസ്സിനാണ് നീ വരുന്നെന്ന് അറിയാത്തതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ വരണമെന്ന് സംശയിച്ചു. ബാങ്കിൽ നിന്ന് വരുന്ന വഴി വെറുതെ ഒന്ന് നോക്കിക്കളയാമെന്ന് കരുതി വരികയായിരുന്നു. വാ കയറ്. ഹരി വരുന്നില്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല. വരട്ടെ. ഇതായിരുന്നു നന്ദു. നീ എന്താടാ ഇവിടെ? ഹരി, ആ പെങ്കൊച്ചെന്തിനാ അയാളുടെ കാർ കയറിപ്പോയത്? ആര്, സീതയോ? അത് പിന്നെ സേതുവേട്ടം വന്ന് വിളിച്ചാൽ സീതയ്ക്ക് പോകാതിരിക്കാൻ ഒക്കുമോ? അയാൾ സീതാരാ? സീതയുടെ ചേച്ചിയുടെ ഭർത്താവ്. ആഹാ, അത് ശരി. നീ എന്താടാ ഒരു മുന്നറിയിപ്പും കൂടെ പെട്ടെന്ന് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഏയ് ഒന്നുമില്ല, നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ. പിന്നെ കമ്പനിയുടെ സെയിൽസ് പ്രൊമോഷൻ സർവേ നടക്കുകയാണ്. എനിക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ഏരിയ ഇതാണ്. സി, ഐ ആം ഓൺ ഒഫീഷ്യൽ ഡ്യൂട്ടി നൗ. ഓ മനസ്സിലായി. എന്ത്? അല്ല, ഈ ഏരിയ നിനക്ക് അലോട്ട് ചെയ്താണെന്ന്. അല്ലെ, ഒന്നുമില്ലെങ്കിലും 4-5 കൊല്ലം നിന്റെ കൂടെ കോളേജിലും ഹോസ്റ്റലിലും ഒരുമിച്ച് കഴിഞ്ഞല്ലേ? പാല് വെക്കും പറഞ്ഞൂടെ? നിന്റെ അടുത്ത് എന്തിനാ വിളിക്കുന്നത്? ഞാൻ ആ സീതയുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. അങ്ങനെ വരട്ടെ. അപ്പൊ സംഭവം വേണല്ലേ? നീ മുഴുവനും കേക്ക്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ച് കുറച്ച് ദിവസം ലീവ് എടുത്ത് ഇങ്ങോട്ട് പോന്നു. ഇവിടെ ആവുമ്പം നിന്റെ സപ്പോർട്ടും ഉണ്ടാവുമല്ലോ. നീ എങ്ങനെയെങ്കിലും അവളോട് അല്ലെ അവളുടെ വീട്ടുകാരോട് പറഞ്ഞ് ഒരു ലൈൻ ഒന്ന് എനിക്ക് തരണം. എന്നാലും നന്ദു, കോളേജിലും ഹോസ്റ്റലിലും വെച്ച് നീ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സമ്മതിച്ചു. പക്ഷേ അതിന് പ്രത്യുപകാരമായിട്ട് നീ എന്നെ കൊണ്ട് ഈ മാമാപ്പണി ചെയ്യിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലേ. ഇവിടെ ചക്കര, ഞാൻ നിന്നോടല്ലാതെ ആരുടെ പറയാ? ഏതായാലും നീ വാ, നമുക്കൊരാരൊക്കെ നോക്കിക്കളെ. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊന്ന് അറിയണമല്ലോ. ഇതൊന്ന് പിടിച്ചേ. വന്നു. നമ്മുടെ തന്നെ ആണോ? സോണിക്കുട്ടി, ഹായ്. എത്ര നേരമായി ഞാനും അമ്മ ആന്റി വരാൻ കാത്തിരിക്കുന്നു. ആഹാ. സേതേട്ടാ, ചേച്ചിയുടെ മുഖത്തുനിന്ന് ഒരു മാറ്റം. കവിളൊക്കെ ദേ തുടുത്ത്, കണ്ണൊക്കെ ദേ തിളങ്ങി. രണ്ടാമത്തെ പ്രൊഡക്ഷന്റെ വല്ല തുടക്കമാണോ? ആണോന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയാൻ വയ്യ. ആണെന്ന് ഉറപ്പ് പറയാറായിട്ടില്ല. കണ്ടോ കണ്ടോ, അപ്പൊ എന്റെ ഊഹ ശരിയാണേ. വന്ന് കേറുന്നല്ലേ ഉള്ളൂ, തുടങ്ങി പെണ്ണിന്റെ വായാടിത്തം. ഹോസ്റ്റലിൽ നീ എണ്ണം കഴിയുമ്പോ തേച്ച് കുളിക്കാറില്ലല്ലേ? ദേ ഇരിക്കുന്ന കോലം കണ്ടില്ലേ, മുടിയൊക്കെ ചട പിടിച്ചു. പിന്നെ ഇവിടുത്തെ പോലെ എണ്ണയും കൊഴുമ്പും തേച്ച് വിസ്തരിച്ച് നീരാടാൻ അവിടെ വെറുതെ ഇരിക്കണമെന്ന് ചേച്ചിയുടെ വിചാരം. കോലം കെട്ട് നടന്നാലേ വല്ലവനും വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടിക്കൊണ്ടുപോകാനുള്ളതാണ്. ഓ, ഈ കോലം കണ്ടു വരുന്നവര് വന്നാ മതി. അല്ലെങ്കിൽ ഞാനും എന്റെ സോണിക്കുട്ടിയും കൂടെ ഇവിടെ ഇങ്ങനെ കഴിയും, ഇല്ലേ മോളെ? അല്ല, അനിയത്തി വന്ന വേളത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉള്ള കാര്യം മറന്നുപോയോ? ബാങ്കിൽ നിന്ന് വരുന്ന വഴിയാ ഒരു കപ്പ് കാപ്പിയെങ്കിലും തന്നു പോയി ശ്രീമതി. അയ്യോ സോറി സേതുവേട്ടാ, ഇപ്പൊ കൊണ്ടുവരാം.
സീതയപ്പോ വന്നു? വന്ന് കയറിയതേ ഉള്ള അച്ഛാ. എത്ര ദിവസം ഉണ്ട്? 9ന് തിരിച്ചെത്തണം. പഠിത്തമൊക്കെ നന്നായിട്ട് നടക്കത്തില്ലേ? ഓ അച്ഛാ. സേതുവിനെ രാവിലെ ആ തോമസ് മാത്യു വിളിച്ചിരുന്നു. ഞാൻ ബാങ്കിലേക്ക് വിളിക്കാൻ പറഞ്ഞു. വിളിച്ചിരുന്നു. ഞാൻ വന്നു കയറിയുള്ളൂ. ഈ ഡ്രസ് ഒന്ന് മാറ്റിട്ട് വരാം. ശരി. സോണിക്കുട്ടി വാ, മുത്തശ്ശൻ കഥ പറഞ്ഞു തരാം. വേണ്ട, ഇന്ന് ആന്റി കഥ പറഞ്ഞുതരും. ഓ, ആന്റി വന്നപ്പോ സോണിക്കുട്ടിക്ക് മുത്തച്ഛനെ വേണ്ട. മുത്തച്ഛനെയും വേണം, ആന്റിയും വേണം. ഇത് ചെറിയ ടൗൺ ആയതുകൊണ്ട് ഇവിടെ വലിയ സൗകര്യമുള്ള ഹോട്ടലൊന്നും കാണില്ലല്ലേ? അല്ല, എനിക്കാണെങ്കിൽ 5-6 ദിവസം ഡ്യൂട്ടി ഇവിടെ. പക്ഷെ എന്ത് ചെയ്യാനാ, ദിവസവും പോയിട്ട് വരിക എന്ന് പറഞ്ഞാൽ. എന്താ കുഞ്ഞെ അങ്ങനെ പറഞ്ഞു കളഞ്ഞത്? മോൻ ഒരു കാര്യത്തിന് ഇവിടെ വരുമ്പോ ഹോട്ടൽ അന്വേഷിക്കുന്നത് ശരിയാണോ? ഇത് മോന്റെ വീട് പോലല്ലേ? അതെ, എന്നാലും അമ്മ, അത് അമ്മയ്ക്ക് ഒരു അസൗകര്യാവില്ലേ? എന്താ അസൗകര്യമെന്നാ? ഹരി കോളേജിൽ പഠിക്കുമ്പോ എങ്ങനെ കഴിഞ്ഞവരാ നിങ്ങള്? ഒന്നുമില്ലെങ്കിലും കുഞ്ഞിന്റെ വീട്ടിലും ഹരി കുറെ നാൾ താമസിച്ചതല്ലേ. വേറെ എങ്ങും പോകണ്ട. ഇവിടുത്തെ ജോലിയൊക്കെ തീരുന്നത് വരെ മോൻ ഇവിടെ തന്നെ താമസിച്ചാ മതി. അമ്മയ്ക്ക് എങ്ങനെ ബന്ധമാണെങ്കിൽ എങ്ങനെയാവാ, അല്ലേടാ ഹരി? എടാ, പട്ടി ഉണ്ടാവോടാ? വാടേ. ധൈര്യമായിട്ട് വാടേ. ഇതെന്റെ സ്വന്തം വീട് പോലെയാ. എനിക്കിവിടെ ഭയങ്കര ഫ്രീഡമാണ്. കൂടെ വാ. അയ്യോ. ഒന്നുമില്ല. ഇതെന്റെ ഫ്രണ്ട് മിസ്റ്റർ നന്ദകുമാർ. ഹലോ. ഹലോ. വന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും? വെറുതെ ചുമ്മാ സേതുവേട്ടനെയൊക്കെ വന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അതെ. അതിന് അവരാരും ഇവിടെ ഇല്ലല്ലോ. ഓഹോ, അത് ശരി. അവരൊക്കെ അമ്പലത്തിൽ പോയിരിക്കുക. അപ്പൊ പിന്നെ ഞങ്ങള് സൗകര്യം പോലെ വന്ന് കണ്ടോളാം. ശരി. എന്താ ഹരി, വന്നിട്ട് ഉടനെ മടക്കമായോ? വന്നപ്പോ ആരും ഇല്ലെന്ന് പറഞ്ഞേ. അപ്പൊ പിന്നെ പോയേക്കാന്ന് കരുതി. സേതുവേട്ട, ഇത് എന്റെ വളരെ അടുത്തൊരു ഫ്രണ്ടാണ്, മിസ്റ്റർ നന്ദകുമാർ. ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടി ആയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. സേതുവേട്ടനെ കുറിച്ചും നിർമ്മല ചേച്ചിയെ കുറിച്ചും പിന്നെ സീതയെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്താമല്ലോ എന്ന് എഴുതി കൊണ്ടുവന്നതാ. ഹലോ, വെരി നൈസ് ഓഫ് യു ടു ഹാവ് കം. It's my pleasure. നമുക്ക് ആദ്യം സംസാരിക്കാം. ഞാനൊരു ഷർട്ട് ഇട്ടുകൊണ്ട് ഉടനെ വരാം. ശരി. കണ്ടോ, ഇതാണ് എനിക്ക് ഇവിടെ ഉള്ള ഒരു ഹോൾഡ് എന്ന് പറയുന്നത്. കണ്ടു കണ്ടു. നേരത്തെ നാക്കിറങ്ങി തലയും താഴത്ത് ഇറങ്ങി പോകാൻ നേരത്ത്. എടാ, അത് മാത്രമേ ഒരു പ്രോബ്ലം ആയിട്ടുള്ളൂ. അയാളൊരു ചൂട മൂപ്പില്ല. വേറെ ഒന്നിനും ഒരു പ്രോബ്ലം ഇല്ല. നീ വെയിറ്റ് ചെയ്യ്. കേട്ടോ സേതുവേട്ടാ, നമ്മുടെ നന്ദു പറയായിരുന്നു, വീടായ ഇങ്ങനെ ഇരിക്കണം. സോ സിമ്പിൾ ബട്ട് ഡിഗ്നിഫൈഡ്. അതെ അതെ. അവൻ അങ്ങനെ ഇങ്ങനെ ഒന്നും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല. മിസ്റ്റർ നന്ദകുമാർ, ഇവിടെ ഞാൻ കമ്പനിയുടെ ഒരു സർവേക്ക് വേണ്ടി ഡെപ്യൂട്ടേഷൻ വന്നാണ്. 5-6 ദിവസം ഉണ്ടാവും. ഭയങ്കര തിരക്കാണ്. ഇന്ന് പിന്നെ ഞാൻ നിർബന്ധിച്ച് പിടിച്ചിട്ടാ ഒന്ന് കയറിയിട്ട് പോകാന്ന് സമ്മതിച്ചത്. സേതുട്ടാ, കാപ്പി കുടിക്കണ്ടേ? ബാങ്കിൽ പോകാനുള്ളതല്ലേ? ഹരിയും മിസ്റ്റർ നന്ദകുമാറും വരും. നമുക്ക് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അയ്യോ, അത് വേണ്ട. കാപ്പി കുടിക്കാൻ നിൽക്കാൻ തീരെ സമയമില്ല. നന്ദുവിനാണെങ്കിൽ പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. മാത്രമല്ല, ഞങ്ങളിപ്പോ വീട്ടിൽ നിന്ന് കാപ്പി കുടിച്ച് ഇറങ്ങിയതേ ഉള്ളൂ. സൗകര്യമായിട്ട്. നിങ്ങൾ വന്ന ദിവസം എനിക്ക് വളരെ തിരക്കായി പോയി. ഒരു ഹോളിഡേ നോക്കി ഫ്രീ ആയിട്ട് ഇറങ്ങും. നമുക്ക് സംസാരിച്ചിരിക്കും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. നന്ദുവും വളരെ ബിസിയാണല്ലോ. സീത, ഓക്കെ, ചെയ്യും. പറ്റേ കോട്ടെ ചേച്ചി. ഈ ഒരു കാര്യത്തിന് വേണ്ടി നിന്നെ കൂട്ടി വിളിച്ച എന്നെ വേണം തല്ലാൻ. അതിനെന്ത് പറ്റി? ഞാൻ വിളിച്ചോണ്ട് വേണ്ട നിന്നെ അവരകത്ത് കയറ്റിയിരുത്തി. ഈ അകത്ത് വിളിച്ച് കയറ്റി. എന്നിട്ട് എന്തോന്നിനാ അയാളെ മെമ്പർന്നേരം കാണാനോ? അതിപ്പോ നിന്റെ മനസ്സിരിപ്പോ എങ്ങനെ ഞാൻ അറിയുന്നത്? എടാ, നമ്മൾ എന്തിനാ അവിടെ പോയത്? സീതയെ കാണാൻ, പരിചയപ്പെടാൻ, പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ. അതിന് അവൾ അകത്ത് കയറുന്നത് ഞാൻ എന്തോ ചെയ്യാനാ? എടാ, അതിനല്ലേടാ നമുക്ക് ദൈവം നല്ലൊരു വഴി കാണിച്ചു തന്നത്. എന്ത് വഴി? എടാ, അവരെ നമ്മളെ കാപ്പിടിക്കാൻ വിളിച്ചല്ലേ? ആരുടെ അവൻ? ആദ്യമായിട്ട് വീട്ടിൽ കയറി ചെല്ലുമ്പോ അവര് നമ്മളെ കാപ്പ് കുടിക്കാൻ വിളിച്ചെന്ന് കരുതി. ഛേ, നമുക്കൊരു സ്റ്റാറ്റസ് ഒക്കെ വേണ്ട. തേങ്ങാ കൊല. 5-6 ദിവസത്തെ ലീവ് എടുത്ത് ഡെപ്യൂട്ടേഷൻ ആണ് നുണയും പറഞ്ഞ് ഞാനിവിടെ കൂടിയിരിക്കാൻ സ്റ്റാറ്റസ് നോക്കാല്ലേ? എടാ, അവർ കാപ്പിടിക്കാൻ വിളിച്ചപ്പോ നീ വേണ്ടാന്ന് പറഞ്ഞല്ലേ? അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി നിന്നെ എത്ര വേണം നുള്ളി തോണ്ടി? കൊശവന് വല്ലതും മനസ്സിലായിട്ട് വേണ്ടേ? എടാ, കാപ്പ് കുടിക്കാതിരിക്കുമ്പോ നമുക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം.
ഇടയ്ക്കൊരു കപ്പ് കാപ്പി കൊണ്ട് തരാനെങ്കിലും സീത വരും. ഫോർമാലിറ്റിക്ക് വേണ്ടി ഒന്ന് രണ്ട് വാക്കെങ്കിലും പറയും. അറ്റ്ലീസ്റ്റ് ഒരു ബേസ് എങ്കിലും ഇട്ട് വയ്ക്കായിരുന്നു. ചൊക്കൻ മുഴുവൻ ചാൻസ് നഷ്ടപ്പെടുത്തിയല്ലോ. സമാധാനമല്ലോ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ അളിയ, ഈ വക കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ലെന്ന്. ആദ്യമൊക്കെ ആവുമ്പോൾ അല്ലറ ചില്ലറ മിസ്റ്റേക്സ് ഒക്കെ വരും. നീ അങ്ങ് ക്ഷമിക്കും. ശരി, ആദ്യം അതുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു. ഇനി കാപ്പിടിക്കാൻ വിളിക്കട്ടെ. ഞാൻ ഏറ്റു. കേട്ടല്ലോ? വാ വാ. ഈ വാതിലൊന്ന് അടച്ചിട്ടായിരുന്നെങ്കിലേ ബാക്കിയുള്ളവർക്ക് ഇതൊന്നും കാണണ്ടായിരുന്നല്ലോ. കോഴ്സ് ഒന്ന് കഴിയട്ടെ, നിനക്കൊരാൾ വരുമല്ലോ. അപ്പൊ ഇത് ഓരോന്നിനും ഞങ്ങൾ പകരം ചോദിക്കും, അല്ല കർമ്മലേ? പിന്നെ ഇവിടുത്തെ കാര്യപരിപാടികൾ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ മാറിയിക്കാം. പോവണേ അവിടുന്ന്. സേതുവട്ടം പോകുമ്പോ ഞാനും ഉണ്ട് കൂടെ. ടൗൺ വരെ, സുശീലയുടെ വീട് വരെ ഒന്ന് പോകണം. പിന്നെ നിനക്ക് എന്നുള്ളടത്തൊക്കെ പറവപ്പിച്ച് നടക്കലല്ല എനിക്ക് ജോലി. എനിക്ക് 10 മണിക്ക് മുമ്പ് ബാങ്കിലെത്തേണ്ടതാ. അതിനിപ്പോ മണി 9:30 ആയുള്ളൂ. പോകുന്ന വഴിക്കൊന്ന് ഡ്രോപ്പ് ചെയ്തൂടെ? ഓ, അപ്പോഴേക്കും എത്തിയല്ലോ. അനിയത്തിയെ സപ്പോർട്ട് ചെയ്യാൻ അവൾക്ക് വേണ്ടി പറയാൻ നമ്മളല്ലാതെ പിന്നെ ആരാ സേതുവട്ട? സമ്മതിച്ചേ. ഇതേ നീ കാറിലോട്ട് കയറിക്കോ, എവിടെ വേണമെങ്കിലും കൊണ്ടുവിടാം. എന്താ പോരെ?